ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ടിപ്സ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആയിക്കഴിഞ്ഞ് ചക്കയുടെയും മാങ്ങയൊക്കെ പഴുത്ത് ആ ഒരു ടൈമൊക്കെ അല്ലേ ഇപ്പോൾ. ഈ സമയത്ത് വീട്ടിൽ ഇഷ്ടംപോലെ ഇതുപോലെ ഈച്ച, വലിയീച്ചയാണെന്നുണ്ടെങ്കിലും പൊടിയീച്ചയാണെന്നുണ്ടെങ്കിലും വലിയീച്ചനേക്കാളും കൂടുതൽ നമുക്ക് ശല്യമായി തോന്നുന്നത് ഇതുപോലെ പൊടിയീച്ചയാണ്. നമ്മളൊരു ബേക്കറി സാധനം വെച്ചാലും എന്തെങ്കിലും അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിലെല്ലാം ഈ പൊടിയീച്ച ഇതുപോലെ നിൽക്കുമ്പം തന്നെ നമുക്ക് കിച്ചണിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും. അത് പോകാനായിട്ട് നമുക്കൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മേലത്തെ കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് കത്രിക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി നമ്മളത് അവിടെ തേൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ തേനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ ആ അടിയത്തെ ഭാഗത്ത് നമ്മൾ ഈ ഒരു തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കട്ട് ചെയ്തിരിക്കുന്നതിന് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് തിരിച്ച് നമ്മളിതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആ ഈച്ചകളെല്ലാം തന്നെ ഇതിൽ വന്ന് നിൽക്കും. നമ്മളത് വെച്ച് കുറച്ച് സമയം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ചുറ്റിലും നമുക്ക് ഈച്ച വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പോലെ തന്നെ ഈച്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തായിട്ട് ഇത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒന്നിൽ മോര് ഉറയൊഴിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതെടുത്ത് മാറ്റുമ്പോൾ തന്നെ ഈച്ചകൾ ഇങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറന്നിട്ട് ഈ പിന്നെ ഇതിലായിരിക്കും കണ്ടോ, ഇതിൽ വന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഈച്ചകൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് വരില്ല കേട്ടോ. പിന്നെ അതിൽ പെട്ട തന്നെ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈച്ച ശല്യം നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം ഈച്ചകളും പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉറുമ്പുകളും പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ തേനല്ലേ. അപ്പോൾ നമ്മൾ തേൻ വെക്കുന്ന സമയത്ത് ചുറ്റും വല്ല പൗഡർ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പെടില്ല, ഈച്ച മാത്രം പെടുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഹാങ് ചെയ്ത് തൂക്കി വെക്കാൻ പറ്റും. കിച്ചണിൽ എവിടെയെങ്കിലും ഒന്നിങ്ങനെ താഴെ മുട്ടാത്ത രീതിയിൽ നമ്മൾ തൂക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ ഈച്ച വന്ന് പെടും. അതിനേക്കാൾ കുറച്ചും കൂടി നല്ല എളുപ്പ വഴിയാണ് നമ്മുടെ വെജിറ്റബിൾസ്. നമ്മുടെ വീട്ടിൽ എന്നും വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയുള്ളിയുടെ കുറച്ച് വേസ്റ്റാണ് കേട്ടോ, ചീഞ്ഞ ഭാഗമാണ്, അതിലിട്ട് കൊടുത്തു. അതിൽ കുറച്ച് പാലും ഒഴിച്ചു. പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളകൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഞെട്ടി ഒക്കെ മാറ്റുന്ന സമയത്ത് എല്ലാം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് ഈച്ച ശല്യം, എനിക്ക് വർക്ക് ഏരിയയിലാണ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ശല്യം തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ മുകളിലെല്ലാം തന്നെ വന്ന് ഇങ്ങനെ ഈച്ച വന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് അതിനുള്ളിലേക്ക് പോവുകയും ചെയ്യും. കാരണം പച്ചക്കറിയുടെ ആ ഒരു ഇതും പാലിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണം അതിനകത്തേക്ക് ഈച്ചകൾ പെട്ടോളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ചെറിയ ഈച്ചനെയാണെന്നുണ്ടെങ്കിലും വലിയ ഈച്ചനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പെടുത്താൻ പറ്റും. ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈച്ചകൾ അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈച്ച ശല്യം നമുക്ക് എന്നേക്കുമായിട്ട് തുരത്താനായിട്ട് സാധിക്കും. വേറെ ഒന്നും നമ്മൾ മരുന്നടിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിലെപ്പോഴും ഈ വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിലും മതി. അതുകൊണ്ട് നമുക്ക് ഈച്ചനെ എന്നേക്കുമായിട്ട് തുരത്താൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, ഞാനിപ്പോൾ കുക്ക് ചെയ്യാനായിട്ടൊക്കെ മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും ആ മുട്ടയുടെ തോട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ച് സമയം കമഴ്ത്തി വെക്കുമ്പോഴേക്കും തന്നെ അതിൽ വെള്ളമെല്ലാം പോട്ട് വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു ഭാഗത്ത് മാറ്റി ഇങ്ങനെ വെച്ചാൽ കുറേ നാളിങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുമ്പോൾ ഇതുപോലെ കുറേ ക്വാണ്ടിറ്റിയിൽ കുറച്ച് കൂടുതലാവുന്നത് വരെ ആകുമ്പോഴേക്കും അതിലുള്ള നനവെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ രണ്ട് ഗുണം കേട്ടോ. നമ്മുടെ ഈ മിക്സിയുടെ ജാറ് നല്ല പോലെ തന്നെ ബ്ലേഡിന് മൂർച്ച കിട്ടാൻ നമുക്ക് ഹെൽപ്പാക്കും. നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബ്ലേഡ് ഉപ്പിട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ഗുണം കിട്ടുന്നത് ഇങ്ങനെ ഇതിട്ട് പൊടിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ മുട്ടത്തോടെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ച് ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാറുണ്ട്.
എന്നിട്ട് ഞാനൊരു ബോട്ടിൽ ഇത് കണ്ടില്ലോ, ഇതുപോലൊരു ബോക്സിനകത്ത് ഓൾറെഡി ഞാനിത് മുട്ടയുടെ തോട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഈ ഒരു പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മുട്ടത്തോട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പം മുട്ടത്തോട് യൂസ് ചെയ്തിട്ട് നമ്മൾ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റിൻ്റെ കൂടെ ഒരല്പം മുട്ടത്തോട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലൊക്കെ നല്ല കറ പിടിച്ചതൊക്കെ പോയി നല്ല പോലെ തന്നെ വെള്ളയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും ഫുള്ളായിട്ട് ഇടുന്നില്ല. പിന്നെ എന്താ, ഞാനൊരു ബോട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ചെറിയ ബോട്ടിൽ പകുതിയോളം തന്നെ ഈ മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ അതിലേക്ക് സോപ്പ് പൊടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് നമ്മൾ എത്രയാണോ മുട്ടത്തോട് ഇട്ടിരിക്കുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിങ്ക്, അതുപോലെ തന്നെ വാഷ് ബേസൺ, പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ള സ്റ്റീൽ ടാപ്പുകൾ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാം. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകരുത് കേട്ടോ. നമ്മൾ സോപ്പ് പൊടിയാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് വീട്ടിൽ എന്ത് കറകൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലീൻ ആക്കാനായിട്ട് ഇതൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആവും. നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുക, ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഒരല്പം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടൈമിൽ നമ്മളിതുപോലെ കുറച്ചൊന്നും മുകളോടെ ഇങ്ങനെ വെതറി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഉരച്ച് കഴുകണം. ചൂലോ ബ്രഷോ എന്താണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടത്തോടിൻ്റെ ആ ഒരു പൊടിച്ചതുണ്ടല്ലോ അതിന് ചെറിയൊരു തരിതരിപ്പുള്ളത് കൊണ്ട് അതിൽ നമുക്ക് ഈ ടോയ്ലറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കറയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോയി നല്ല പോലെ തന്നെ വെട്ടിത്തിളങ്ങും. അതുപോലെ നമുക്ക് ബാത്റൂം കഴുകുന്നത് നമുക്ക് വളരെ സിമ്പിളായിരിക്കും. നമ്മളൊരു 15 മിനിറ്റ് യൂസ് ചെയ്തിട്ട് കഴുകുന്നത് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ആ കുറച്ച് മുട്ടത്തോട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പാത്രം കഴുകാനായിട്ട് ഇപ്പോൾ സോപ്പാണോ ഉപയോഗിക്കുന്നതെങ്കിൽ വിമ്മോ എക്സോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ലിക്വിഡാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി വെള്ളം ഒഴിക്കാം. കുറച്ച് നല്ല കറ പിടിച്ച പാത്രങ്ങളൊക്കെയാണ്, അടിക്കരിഞ്ഞ പാത്രമാണെങ്കിൽ ഇത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം ക്ലീൻ ആവും. സ്റ്റീൽ പാത്രങ്ങളൊക്കെ അത് യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങും കേട്ടോ. പാത്രം കഴുകാൻ എത്ര കറ പിടിച്ചതും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.